ജോലിയുള്ളതുണ്ട്. വിറക് കീറാമോ? കുട്ടമ്പിള്ളേ, പിന്നെ ആ വിറക് എടുക്കുന്നതും കാണിച്ചു കൊടുക്കാം. എന്റെ കാലം നോക്കണം. നിനക്ക് വിറക് കയറാൻ വയ്യാത്തതിന് എന്റെ കോടതി എഴുതി പിടിക്കാണോ? ഇറങ്ങി പോടാ വിളി. ഞാനിവിടെ ജോലി ചെയ്തതൊന്നും തരില്ലേ? എന്ത് ജോലി ചെയ്തേ? ഇതിനെന്ത് പുല്ലാ വരുന്നേ? പുല്ല് വയ്ക്കാനൊന്നും വേണ്ട. എടാ എനിക്ക് വിശക്കുന്നെന്ന്. നാളൊരു മൃഗമാണല്ലോ. എടാ കുട്ടമ്പല്ലേ, ഊണ് കൊടുത്ത് പറഞ്ഞേക്ക്. നാശം. ചോറ് കൊടുക്കണ്ട. ശ്രീകൃഷ്ണ ചോറില്ല. ഈ പാത്രത്തെ ഇരിക്കുന്നതോ? ഇത് പതിനാർക്ക് കൊടുക്കാനുള്ളതാണ്. വിചാരിച്ചോ? എനിക്ക് വിശക്കുന്നത്. നിനക്ക് വിശക്കുന്നത് ഞാനിത് വേണം. നീ കേറി കൃഷ്ണല്ലോ. വിശക്കത്തില്ല. വെറുതെ കയറി തന്നെ ഞാൻ പറ്റിയുണ്ടോ? ഇല്ല. വെള്ളം വേണമല്ലോ. കോരിക്കൊണ്ടുവരണം. നിനക്കൊരു മഴവും ഇല്ലല്ലോ കൊല്ലം. പെണ്ണുങ്ങളായാൽ ഒരു രസമൊക്കെ വേണ്ടേ? ചേട്ടൻ ചേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്നെ വിഷമിപ്പിക്കാൻ ഇവിടെ കൂടെ കൂടെ വരികയും ഈ ഒരു മാതിരി വർത്താനം പറയുകയും ചെയ്യരുത്. അത്രയ്ക്ക് പരിവർത്തനം വേണ്ട. നീ KD കൃഷ്ണന്റെ കാര്യം വലിയ ചക്കരയായിട്ട് പറയുന്നുണ്ടല്ലോ. കൃഷ്ണൻ ചേട്ടനോട് എനിക്ക് സ്നേഹമായതുകൊണ്ട്. അയാളില്ലാത്ത അവസരത്തിൽ വല്ലപ്പോഴേക്കുമെന്ന് എന്റെ അടുത്ത് മര്യാദയായിട്ട് പറയരുത്. എന്റെ ഭാര്യയോട് പോയി പറ. കെറിയിക്കാതെ കരളെ. എന്റെ ദേഹത്ത് തൊട്ടാൽ ഇതുകൊണ്ട് ഞാൻ കുത്തും. നിനക്ക് ഒരു മയവുമില്ലല്ലേ എന്റെ പൊന്നു പൊന്നമ്മ? നിങ്ങളുടെ കേടയിൽ ജീവിക്കണമെങ്കിൽ ഇതുണ്ടെങ്കിലേ ഉണ്ടായിരുന്നത്. ഇത് മാത്രമാണ്. എന്നോട് മര്യാദകേട് കാണിക്കാൻ ഏതവൻ വന്നാലും ഇതുകൊണ്ട് ഞാൻ കുത്തും. ഏതുവേണമെങ്കിൽ 2 രൂപ വേണമെങ്കിൽ തരാവിടെ പൊന്നമ്മ. തന്റെ പെമ്പങ്ങളുടെ കയ്യിൽ കൊണ്ട് കൊടുക്കും. കൊച്ചിന് കഞ്ഞെങ്കിലും വെച്ചു കൊടുക്കട്ടെ. നീ അങ്ങനെ ഉർവശിക്കുകയും മറ്റും വേണ്ട. നിന്നേക്കാൾ ജഗജില്ലികളെ ഞാൻ കണ്ടിട്ടുണ്ട്.
ഇരിക്കാനും സമയമില്ല. ഇവിടെ ഇരിക്കാനല്ല. ഒരു 2 ട്രാങ്ങരുടെ തന്നോ മതിയോ? ചോദിച്ചോ തന്നാ മതി. എന്തോ എന്റെ പേഴ്സ് കാണുന്നില്ലല്ലോ. ഇതിനടുത്ത് പോയി നോക്കൂ. പലരും പോക്കറ്റ് അടിക്കണം പറഞ്ഞിട്ട് എവിടെയെങ്കിലും കാണുന്നില്ല. എല്ലാവരുടെയും പോക്കറ്റ് അടിക്കും. നിന്റെ പോക്കറ്റ് അടിക്കുന്ന ആരാടാ? കെ ഡി കൃഷ്ണ. കണ്ടില്ലായിരുന്നു. എത്ര പൈസ? 90 പൈസ. ശരിയാണോടോ? ശരിയാ. അവൻ ആള് വലിയ കള്ളനാ. നിങ്ങൾ എന്നെ രക്ഷിച്ചു. എന്റെ കണക്കെത്രയാ? ഒരു 3 രൂപ 50 രൂപ 50 പൈസ. അയ്യോ, ഇതിൽ 5 രൂപ വെച്ചിരുന്നല്ലോ. വെച്ചിരുന്നോ? എന്നാ അവൻ എനിക്ക് ഇവിടെ കൊടുത്തേക്കും പോയത്. അവനെ ഞാൻ ഇന്ന് അതെ കേടി കിട്ടാൻ. ടിക്കറ്റ് വെച്ച് രാജുണ്ടാക്കിയല്ല എന്നെ അപമാനിക്കരുത്. ഞാൻ ഈ നാട്ടിലൊരു കലപ്പമാണി. നിങ്ങൾ പ്രോഗ്രാം നടത്തുകയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ? കൃഷ്ണന്റെ വേഷം കെട്ടുന്നവരെ കുടലിറങ്ങി ആശുപത്രി കിടക്കുക. കുടലിറങ്ങിയോ ഒന്നും എനിക്കറിയത്തില്ല. പ്രോഗ്രാം നടത്താൻ ഒറ്റ എണ്ണത്തിനെയും പറ്റത്തില്ല. ആരെങ്ങനെ ദേഷ്യപ്പെടരുത്. എന്താ തൂക്കി വിളിക്കുന്നത്? ഇനി എന്താ ചെയ്യുന്ന? എനിക്ക് വേണ്ട. അയ്യോ 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 ഗോപാല, എന്റെ പൊന്നു ഗോപാല, എന്നെ ഒന്ന് സഹായിക്കും. ഇനി വേണം ചായല്ല ഗോപാല, ചാരായല്ല ഗോപാല. ഒന്ന് വേഷം വേഷം പേടിക്കണ്ട. കയ്യിലിരുന്നോട്ടെ. മേക്കപ്പ് ഞാൻ തരാം. നീ തന്നെ തന്നെ ഇട്ടോ ഗോപാല. കൃഷ്ണ കമലനയന ശ്രീകൃഷ്ണ നിന്നെ കാത്തു നിൽപ്പൂ നിന്റെ രാധ. കാളിന്തി തടത്തിലെ
നിന്നെ കാത്തു നിൽക്കൂ നിന്റെ രാധ നിന്റെ രാധ അങ്ങനത്തെ ദർശനം വരടി എന്തിനാണ് മായാജാലം അങ്ങന്റെ മകനെ തിരിച്ചു തരൂ കൃഷ്ണനല്ല ആരും ആശ്രയമില്ലാത്ത ഈ ചെയ്ത് അനുഗ്രഹിച്ചു കൃഷ്ണനും പോകുന്നതിന് ഒന്നും അല്ല 30 വർഷം മുമ്പ് 7ാമത്തെ വയസ്സിൽ നഷ്ടപ്പെട്ടു പോയ എന്റെ മകനെ തിരിച്ചു തരൂ കൃഷ്ണ കൃഷ്ണ വല്യമ്മേ ഞാൻ കൃഷ്ണനല്ല ഞാൻ ആരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് പച്ചവെള്ളം പോലും തരില്ല ഞാൻ ഈ കൂലിക്കാരനാണ് വല്യമ്മേ ടൗണിൽ കൂലിക്കാരുടെ കൂടെ താമസിക്കുന്നവനാണ് അല്ല അതെ അല്ല ഞാൻ സന്യസിക്കുമ്പോൾ എന്റെ മനസ്സിൽ തെളിഞ്ഞ കൃഷ്ണനാണിത് അല്ല വല്യമ്മേ കൃഷ്ണ 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 നീ എവിടെ പോയി കൃഷ്ണ നീ എവിടെ പോയി കൃഷ്ണ കള്ളകൃഷ്ണ നിന്നെ കാക്കും കാണാൻ സാധിക്കില്ല മായാവിയാണ് കള്ളനാണ് കൃഷ്ണ കൃഷ്ണ ഓടിന്നിട്ടുണ്ട് ഇവിടെ ആരും വന്നില്ലല്ലോ കള്ളമകളുണ്ടല്ലോ നിനക്ക് ആപത്താണ് എനിക്കിങ്ങോട്ട് വന്നില്ലേ അയ്യോ ഇവിടെ ആരും വന്നില്ല ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത് ആരും സഹായികളില്ലാത്ത ഒരു പാവം മനസ്സറിഞ്ഞ ഈ കുട്ടിയുടെ അച്ഛനവിടെ 2 മാസത്തിന് മുമ്പ് ഒരു ഭക്ഷണത്തിൽ മരിച്ചുപോയി നിന്റെ ബന്ധുക്കൾ മറ്റാരും ഇല്ലേ ഞങ്ങളുടെ ബന്ധുക്കൾക്ക് ഇഷ്ടപ്പെട്ട കല്യാണമല്ലായിരുന്നു ഞങ്ങളുടേത് ഇപ്പോൾ എനിക്ക് ആരുമില്ല ഞാൻ ജോലി ചെയ്തു എന്റെ കുഞ്ഞിനെ വളർത്തുന്നു എന്റെ കുഞ്ഞിനെ ആശയം ഞാനാണ് അവൻ ഇവിടെ ഒന്നും കാണുന്നില്ല കത്തുവിടാൻ നോക്കാം എത്രമോ അമ്മ പോയി സ്ഥലം എടുത്തിട്ട് വളരെ കള്ളമായി പിടിക്കേണ്ടി പോകും കുഞ്ഞോ മറ്റേ തന്നെ ശരി നിങ്ങൾ ആദ്യത്തിലേക്ക് പോകും
കുഞ്ഞ് ഇത് നോട്ടുകളിക്കാൻ ഈ കുഞ്ഞിനെ പിടിക്കാൻ ഇന്നിപ്പോ രണ്ടെണ്ണത്തിന്റെ കാര്യത്തിൽ ഞാൻ കാണുന്നുണ്ട്. ഇങ്ങോട്ടൊന്ന് പാടി. കൃഷ്ണചേട്ടൻ എന്നെ ഇഷ്ടമില്ലാഞ്ഞതിന്റെ കാര്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കല്യാണം കഴിച്ചു ഒരു കുഞ്ഞുമായി. എടി ഇതിനൊന്നും എടുക്കാൻ ഇതിന്റെ കരച്ചിൽ നടക്കാം. എനിക്ക് മനസ്സില്ല. ഞാനിനെ കൃഷ്ണചേട്ടൻ എന്നെ കണ്ടുകൂടെങ്കിലും എനിക്ക് കൃഷ്ണചേട്ടനെ ഇഷ്ടമാണ്. ആര് പെറ്റതാണെങ്കിലും ഈ കുഞ്ഞ് കൃഷ്ണചേട്ടന്റെ അല്ലേ, അതുകൊണ്ട് ഞാൻ എടുക്കും. പെണ്ണ് തൊട്ടപ്പോ അതിന്റെ കരച്ചിൽ എല്ലാ പെണ്ണും അമ്മയാണ്. ആ എല്ലാ ആണോ അച്ഛനല്ല. പക്ഷേ ഇതിന്റെ അച്ഛൻ കൃഷ്ണചേട്ടൻ മാത്രമാണ്. മണ്ടൂസേ അതെന്റെ കുട്ടിയല്ല. എന്നോടൊന്നും പറഞ്ഞു വിശ്വസിപ്പിക്കാൻ നോക്കണ്ട. ഈ കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയാൽ അറിയാമല്ലോ ചേട്ടന്റെ തൽസ്വരൂപമാ. നീ ഇങ്ങോട്ട് വരുവല്ലേ, ഞാൻ എല്ലാം നേര് പറയാം. എന്നോടൊന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ഇങ്ങോട്ട് വായി. ഞാൻ പേടി കൃഷ്ണാവെന്ന് നിനക്കറിയാം. പോലീസുകാർ എന്റെ പുറകെ വരുന്നത് കണ്ട് പേടിച്ച് ഞാൻ വീടിനകത്ത് എനിക്കായി. ഈ കുഞ്ഞിന്റെ അമ്മ ശബ്ദമുണ്ടായി. പോലീസുകാർ കേൾക്കാതിരിക്കാൻ വേണ്ടി ഞാൻ വായടങ്ങി പിടിക്കും. കൊല്ലണമെന്ന് യാതൊരു ഉദ്ദേശം എനിക്കുണ്ടായിരുന്നില്ല. അപ്പോ ഇങ്ങനെ ശ്വാസം വിട്ട് മരിച്ചതായിരിക്കും. എന്തൊരു പാപമാണ് ചെയ്തത്. പാവമല്ലാതെ ഈ ജീവിതത്തിൽ ഞാൻ നല്ലത് ചെയ്തിട്ടുണ്ടോ തന്നെ. എനിക്ക് അതിലൊന്നും പ്രയാസമില്ല. മരിച്ചു കിടക്കുന്ന ആ സ്ത്രീയുടെ മുലയിൽ നിന്ന് ഈ കുഞ്ഞ് പാൽ കുടിക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ എന്റെ മനസ്സുരിക്കപ്പെടും. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ വ്യക്തിത്വം. ഏതായാലും ഈ കുട്ടിയെ നാളെ പകൽ മുഴുവൻ നീ ഒന്ന് സൂക്ഷിച്ചോ. രാത്രിയാവുന്ന എടുത്തോണ്ടിരിക്കണം. ഈ കുട്ടി ഏതാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ നീ എന്തെങ്കിലും ഒരു കള്ളം പറ. നീ രാത്രി കൊണ്ടുപോയി വരട്ടെ. പറഞ്ഞിട്ട് കൊള്ളാം. എവിടെന്ന് നിങ്ങൾക്ക് എന്തെടുത്ത് വളർത്തുന്ന പോലെയാണല്ലോ ഒരു പറയുന്നത്. ഇതൊരു മനുഷ്യ കുഞ്ഞല്ലേ. ഏതായാലും ഞങ്ങൾ ഇപ്പൊ ചോദിച്ചതാ തെറ്റി. ഇന്നലെ രാത്രി ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. കുഞ്ഞ് ഈ കുട്ടി ഏതാ? എന്റെ കുഞ്ഞ്. എന്റെ എഴുന്നേറ്റ് ഞാൻ പ്രസവിച്ചത്. കൊള്ളാം. ഞാൻ നേര് പറയാം. കുറച്ചുനാൾ മുൻപ് എന്റെ അമ്മയുണ്ടായിരുന്നപ്പോ ഇങ്ങനെ എന്റെ കൊച്ചമ്മയെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. നേരാണോട് ഈ പറയുന്നത്? കള്ളം പറയുന്നത് എന്തിനാ? ഈ മോശ ഇതിന്റെ അച്ഛൻ ഏതാ? കൃഷ്ണൻ ചേട്ടൻ. അയ്യോ പേര് കൃഷ്ണനോ? ഒരിക്കൽ ജയിലിൽ നിന്ന് വന്നപ്പോ ഇത് നല്ല കൂത്ത് പറഞ്ഞാൽ ഞങ്ങൾക്ക് പോവാം. എന്നാലും എന്റെ പൊന്നി നീ ഇത് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. എടി ഇല്ലല്ലേ നീ അല്ലേ വാടി. പോലീസിന്റെ വരും.
പേടിക്കണ്ട, അവിടെ തന്നെ ഇരുന്നു. കയറണ്ട. പിന്നെ എന്തിനാ കഥ തുറന്നു? കടയിൽ തട്ടിയിട്ട് ആരാണെന്ന് വിചാരിച്ചാൽ നീ കഥ തുറന്നു? എന്തോ വേണോ അറിഞ്ഞിട്ട്? കൃഷ്ണനാണെന്ന് വിചാരിച്ചില്ലേ നീ കഥ തുറന്നേ? അതെ, അതിനാർക്കാണ് നഷ്ടം? എന്റെ കുഞ്ഞിന്റെ അച്ഛനാ കൃഷ്ണൻ ചേട്ടൻ. എന്റെ കുഞ്ഞ്
അച്ഛനോ? പിടിച്ചില്ലേ? നിന്റെ ഈ കള്ളത്തരങ്ങളെല്ലാം വല്ല മണ്ടി പെണ്ണുങ്ങളോടും പറയണം. സത്യത്തിൽ ഈ കൊച്ചിന്റെ തള്ളെ നിന്റെ കൃഷ്ണൻ ഞെക്കിക്കളഞ്ഞു. എന്നിട്ട് ഈ കൊച്ചിനെ കൊണ്ട് നിന്നെ ഏൽപ്പിച്ചായിരുന്നു. ആര് പറഞ്ഞതല്ല? ഇതെല്ലാം ഞാൻ പുറത്തൊളിച്ചെന്ന് കേട്ടതാണ്. എനിക്കെല്ലാം അറിയാം. മര്യാദയ്ക്ക് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സന്തോഷിപ്പിച്ച് നിർത്തിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ ജയിലിലടയ്ക്കും. നിന്റെ കൃഷ്ണനെ പോലീസിൽ പിടിച്ച് ഏൽപ്പിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കഥയടച്ച് ഈ ലൈറ്റ് അണയ്ക്കും. നമുക്ക് അത് സാധ്യമല്ല. കൃഷ്ണൻ ചേട്ടൻ ഒഴിച്ച് എന്റെ ദേഹത്തിൽ മറ്റൊരു പുരുഷനും തൊടാൻ ഞാൻ സമ്മതിക്കില്ല. എന്നമ്മ, നിനക്കിത് ആപത്താണ്. എന്താപത്തും വരട്ടെ. അത്രയ്ക്ക് വാശിയാണോ? അയ്യോ, ആശാ നീ നേരത്തെ ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ ഏതും പ്രതീക്ഷിച്ചില്ല. നീ എന്നിറങ്ങിട. ആശാൻ പോകുന്നതിന് പിറ്റേന്ന് എന്നെ വിട്ടു. പിന്നെ നല്ല മാറ്റുണ്ട്. ഒരു ഇപ്പൊ എന്ത് ബഹുമാനം! അങ്ങനെയാണ് ജയിലിനകത്ത് വെച്ച് ഞങ്ങളുടെ ഒക്കെ ഗുരുവായിരുന്നു ഈ ആശാന്. എടാ കേശവ, എന്താ കേശവ, നീ ഈ വീട്ടിനകത്ത് കയറി മാത്രം വേണ്ടാനൊന്നും കാണിക്കും. ആശാൻ അങ്ങനെ പ്രത്യേക താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പോയേക്കാം. ശരിക്കോ? പോലീസുകാർ വന്ന കാര്യം അറിഞ്ഞോ? എല്ലാം അറിഞ്ഞു. ഞാൻ ഈ കൊച്ചിനെ എടുത്തോണ്ട് പോകാനാ വന്നത്. അയ്യോ വേണ്ട ചേട്ടാ, നമുക്ക് ഈ കുഞ്ഞിനെ വളർത്താം. അതാപത്താണ്. കുഞ്ഞ് നല്ലവണ്ണം വളർത്തുന്ന ഒരു അനാഥാലയം ഞാൻ കണ്ടുവച്ചു. അതിന്റെ മതിൽക്കെട്ടിനകത്ത് ഇതിനെ കൊണ്ട് ഇടാൻ പോവുക. ഇല്ല, ഇതെന്റെ മോളാണ്. പൊന്നമ്മേ, നിനക്ക് ആപത്താണ്. പോലീസുകാർ എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ തരികയില്ല. ഇവിടെ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് ഇതെന്റെ പിന്നാണെന്നാണ്. കൃഷ്ണൻ ചേട്ടനാണ് എന്റെ മോളുടെ അച്ഛനെന്നും ഞാൻ പറഞ്ഞു. എന്തിനാടി പട്ടി ഇങ്ങനെ പറഞ്ഞത്? അങ്ങനെ ആളുകൾ അറിയുന്നത് എനിക്കിഷ്ടമാണ്. നിന്റെ ഇഷ്ടം. കൃഷ്ണൻ ചേട്ടൻ എന്റെ അമ്മയെ കൊണ്ടുപോകുന്നു. എന്നെയും കൊന്നിട്ട് എന്റെ മോളെ കൊണ്ടുപോകാനോ? എന്റെ കള്ളശിക്ഷ, എന്തെല്ലാം വേഷങ്ങളാണ് നീ കെട്ടുന്നത്. കളവി, എന്റെ ചേട്ടൻ അനാവശ്യമൊന്നും പറയരുത്. കള്ളമൊക്കെ പണ്ടായിരുന്നു. എന്റെ പൊന്നുകല്ലേ, ഞാൻ കൃഷ്ണനും ശിവനും ഒന്നും അല്ല. അപ്പോഴായല്ലോ രഹസ്യം എനിക്കറിയില്ല. അത് മാറാനാണ് ഞാൻ ദേശാടനം ചെയ്ത് എല്ലാ ക്ഷേത്രങ്ങളിലും പോയി ഭജിക്കുന്നത്. അങ്ങനെയാണ് അന്നൊരു ദിവസം അകലെയുള്ള ആ ക്ഷേത്രത്തിൽ വെച്ച് എന്റെ ശിക്ഷനെ ഞാൻ കണ്ടത്. ഞാൻ വേഷം കിട്ടി കണ്ടതല്ലേ? എന്റെ ഉള്ളിലുള്ള രൂപമാണ് ഞാനിന്ന് കണ്ടത്. 7ാമത്തെ വയസ്സിൽ ഒരു പെൻസിൽ മോഷ്ടിച്ചതിന് ഞാൻ അവനെ കുറെ തല്ലി. അന്നുകൻ നാട് വിട്ടുപോയി. എന്റെ മോനെ തിരിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ കൃഷ്ണനെ ഭജിച്ചു. അന്നെന്റെ മനസ്സിൽ തെളിഞ്ഞത് 7 വയസ്സുള്ള ആമ്പാടി കൃഷ്ണനായിരുന്നു. കാലം കഴിഞ്ഞു എന്റെ മനസ്സിലെ കൃഷ്ണൻ വളർന്നു. ഇപ്പോഴെന്റെ മനസ്സിലുള്ള കൃഷ്ണന്റെ രൂപം അന്ന് ഞാൻ ആ ആൾത്തറയിൽ വെച്ച് കണ്ടു. ആ കൃഷ്ണനിത ശേഷം മാറി ഇവിടെ ഇരിക്കുന്നു. ദൈവത്തെ ഓർത്ത് എന്നെ വിഷമിപ്പിക്കരുത്. എന്നെ എന്ത് വേണമെന്ന് പറഞ്ഞോളൂ. ദൈവമാണെന്ന് പറയരുത്. ഞാനൊരു സാധാരണ മനുഷ്യനാണമ്മേ. അമ്മ, അമ്മ, മോനെ 30 വർഷമായി മോനെ ഈ വിളി കേൾക്കാൻ ഞാൻ കാത്തിരിക്കുന്നു. മോനെന്നെ അമ്മയെന്ന് വിളിച്ചപ്പോൾ ഞാൻ ഭഗവാനെ പോലും മറന്നുപോയി. മോനെ മറന്നുപോയി. ഈ കിളവിക്ക് തലയ്ക്ക് സുഖമില്ല. അവരുടെ മകനെ കൊച്ചിലെ നഷ്ടപ്പെട്ടതാണ്. ആരെങ്കിലും കള്ളന്മാരും കൊണ്ടുപോയതായിരിക്കും. എന്റെ ഒരാഗ്രഹം ഞാൻ സാധിച്ചു തരുന്നു. അമ്മയുടെ ഏത് ആഗ്രഹവും ഞാൻ സാധിച്ചു തരാം. വീടും നാടും ഉപേക്ഷിച്ച് ദേശാടനം ചെയ്ത് കൃത്യങ്ങൾ കൊണ്ട് ഒരു കുടുങ്ങി കഴിഞ്ഞുകൂടുകയാണ്. എന്റെ പൊന്നു മോൻ അവിടെ വന്ന് എന്റെ കയ്യിൽ ഇത്തിരി ആഹാരം മേടിച്ചു കഴിച്ചിട്ട് പോകുമോ? വരാമേ, ഞാൻ വരാം. എന്റെ മോൻ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടായിരിക്കും.
അവൻ ഏതെങ്കിലും വലിയ ഉദ്യോഗസ്ഥനായിരിക്കും. അവൻ ഏത് തൊഴിൽ കയറിയാലും ഒന്നാമനായിരിക്കുമെന്നാണ് അവന്റെ ജാതകം. മോനെ, എന്നെങ്കിലും ഒരിക്കൽ ഇതുപോലിരുന്ന് എന്റെ മോനെ ചോറ് വിളമ്പി കൊടുക്കാൻ ഒക്കുമോ? നിന്റെ കണ്ണിൽ എന്താ വെള്ളം? എരിവ് കൂടുതലാണ്. അയ്യോ, നീ മുളക് അരച്ചില്ലല്ലോ. എന്നാ ഇത് കണ്ണിൽ പെട്ട് കാണും. അമ്മ ഞങ്ങൾ ഊണ് കഴിച്ചിട്ട് പെട്ടെന്ന് പോവുക. നിങ്ങൾ എവിടെ പോവുക? ഞങ്ങൾക്ക് നാടോ വീടോ ഒന്നുമില്ല മതി. ഇവിടെ എവിടെയെങ്കിലും താമസിച്ച് ജോലി ചെയ്ത് ഞങ്ങൾക്ക് കുഞ്ഞിനെ വളർത്തണം. എന്നാ എന്റെ മക്കൾ ഇവിടെ താമസിച്ചു. ഞാൻ മിക്കവാറും ദേശാടനവും ക്ഷേത്ര ദർശനവുമായിട്ട് കഴിഞ്ഞുകൂടും. വല്ലപ്പോഴാനും വന്നാ ഒന്ന് ചുരുണ്ട് കിടക്കാൻ സ്ഥലം തന്നാ മതി. എന്താ ചേട്ടാ? വേണ്ട, നമുക്കെന്നും പോകണ്ട ചേട്ടാ. ഇവിടെ തോട്ടങ്ങളിൽ ജോലി ധാരാളം കാണും. അത് മതി മക്കളെ, നമ്മൾ ഇവിടെ തന്നെ താമസിക്കാൻ മതി. സന്തോഷം. ചേർന്നെന്താ ഈ തൂങ്ങിയിരിക്കുന്നത്? ഞാൻ പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് വരാം. എവിടാ? നോക്കി വെച്ചിട്ടില്ല. എവിടെയെങ്കിലും സൗകര്യം കിട്ടും. നേരം വിളിക്കുന്നതിന് മുമ്പ് ഞാൻ വരാം. ആഹാ, മോഷ്ടിക്കാനാണോ? ഒന്ന് പതുക്കെ പറയാം. വേണ്ട വേണ്ട, എന്നും പോകണ്ട. നമുക്ക് ജോലി ചെയ്ത് ജീവിക്കാം. എനിക്ക് ജോലിയൊന്നും അറിഞ്ഞുകൊള്ളു പെണ്ണെ. എന്ത് ജോലി വേണമെങ്കിൽ ഞാൻ ചെയ്യും. ചേട്ടൻ ഇവിടെ ഇരുന്ന് എങ്ങനെ നോക്കിയാൽ മതി. അങ്ങനെ അന്യര് സമ്പാദിച്ച് ഞാൻ ഇതൊന്നും ശീലിച്ചിട്ടില്ല. എന്നെ ഇപ്പോഴും എന്നവളായിട്ടാണോ കരുതിയിരിക്കുന്നത്? വല്യമ്മ ഇവിടെ ഇല്ലല്ലോ. നമുക്ക് പുറത്തു പോയിരിക്കാം. കുഞ്ഞുറങ്ങി. ഇവിടെ ഇരുന്നാ മതി. നല്ല നിലാവുണ്ട്. എനിക്ക് ഇരുട്ടാണ് ഇഷ്ടം. ഇങ്ങോട്ട് വരാനേ. ആഹാ, പാൽ പോലത്തെ നിലാവ്. ഈ പോടി, നിലാവ് പാല് പോലെയാണ്. ചേട്ടാ, നമ്മൾ ഇങ്ങനെ ജീവിച്ചാൽ എന്തൊരു രസമായിരിക്കും. ജോലിയും ചെയ്ത് ഇങ്ങനെ വളർത്തി. ചേട്ടാ, എനിക്ക് പാടാനറിയാം. സിനിമയിലെ പോലെ ഞാൻ ഒന്നും പാടത്തെ ചേട്ടാ. സിനിമയിലെ പാടാൻ ചേട്ടന് ഊഴവില്ല. കൊച്ചു കറിയണം. പോയി എടുക്ക. കൊച്ചി
തൊടുക്കുന്ന രാത്രി പുഷ്പവതി മുല്ലയ്ക്കു പൊൻതിങ്കൾ പല പുടവ കൊടുക്കുന്ന രാത്രി കളഭമഴ പെയ്യുന്ന രാത്രി. ചേട്ടാ 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 എനിക്ക് ജീവിക്കുന്ന ഇറങ്ങണ്ട സാർ, എനിക്ക് ജീവിക്കുന്ന ഇറങ്ങണ്ട സാർ. അല്ല ഇതെന്താ നീ പറയുന്നത്? ചേട്ടാ ഇങ്ങോട്ട് എഴുന്നേക്കാൻ ജീവിതത്തിലിറങ്ങണ്ടെന്ന് പറഞ്ഞ ഞാൻ സുമായിട്ട് കിടന്ന് ഉറങ്ങത്ത് വിചാരിച്ച് ജയിലിലാണെന്ന്. കൊള്ളാം, വരും അകത്ത് പോയി കിടക്കാം. ഞാൻ വരണ്ട, നീ വയ്ക്കോ. പായും തലേനും കട്ടിലും ഒക്കെ ഉണ്ട്, വരൂ. ഞാനൊന്നും കിടന്ന് എനിക്ക് ഉറക്കം നല്ല എടുത്തി പോ. എന്താ കൃഷ്ണൻ ചേട്ടാ ഇങ്ങനെ ഒന്ന് ഒളിച്ചിരിക്കുന്നത്? എന്റെ ജീവൻ തന്നെ ഒളിയിലാണല്ലോ. ഇവിടെ എങ്ങും കൃഷ്ണൻ ചേട്ടന് ആർക്കും അറിയില്ല. നമുക്ക് ജോലിയും ചെയ്ത് ഭാര്യയും ഭർത്താവുമായി സുഖമായിട്ട് കഴിയാം. അതൊന്നും വേണ്ട. ചേട്ടൻ എന്നെ തീരെ ഇഷ്ടമില്ല. എനിക്കാണെങ്കിൽ വലിയ ഇഷ്ടമാണ്. അങ്ങനെയുള്ള ഇഷ്ടമൊന്നും വേണ്ട. ഞാൻ എന്റെ 5 വയസ്സ് മുതൽ കാണുന്നയാളാ. അതുകൊണ്ട് ഭർത്താവണം. മറ്റാരെയും എനിക്ക് ഭർത്താവായി വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. എന്നോട് എന്താ ഇത്ര വെറുപ്പ്? എനിക്ക് നിന്നോട് വെറുപ്പൊന്നും ഇല്ല പെണ്ണി. പിന്നെ എന്താ എന്റെ ഭാര്യയാക്കിയാൽ? എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ലേ? നിന്നോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണ്. നൂൽപാലത്തിൽ കൂടെ നടക്കുന്നത് പോലെയാണ് തന്നെ എന്റെ ജീവിതം. ഏത് നിമിഷത്തിലും താകർച്ചയാണ്. നിന്നെക്കൂടെ ഞാനെന്തിനു നശിപ്പിക്കുന്നു? നീ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ച് സുഖമായി. വേണ്ട, എനിക്ക് അങ്ങനെ ജീവിക്കണ്ട. ഒരു ദിവസമേ ഉള്ളെങ്കിലും എനിക്ക് എന്റെ കൃഷ്ണൻ ചേട്ടനെ മതി. നീ നല്ലവണ്ണം ആലോചിച്ചോ? എനിക്കിനി ഒന്നും ആലോചിക്കാനില്ല. എനിക്കൊരു മോളുണ്ട്, ഭർത്താവുമുണ്ട്. ശരി, നിന്റെ ഇഷ്ടം. ഒക്കുന്നത് വരെ നമുക്കിങ്ങനെ കഴിയാം. എനിക്കെന്തു തന്നെ സംഭവിച്ചാലും എന്റെ മോടെ അമ്മ നീയായി. നിശ്ചയമായി. നമ്മുടെ മോക്കൊരു പേരിടണ്ടേ? കേൾക്കോളൂ, പെൺപിള്ളേർക്ക് പേരിടുന്നത് തള്ളമാരാ. ഞാന് ഒരു നല്ല പേര് നോക്കി വെച്ചിട്ടുണ്ട്. എന്താ? ശാന്തി. ശാന്തി. ഓ ആയിക്കോളൂ. താമസിച്ചിരുന്ന കിഴവിയില്ലേ എഴുന്നേക്കാൻ വയ്യാതെ ആൾക്കാരെ കിടക്കുന്നത്. ആ നീ ഇവിടെ നിന്ന് ഞാൻ പോയിട്ട് വരാം. ഞാൻ വരട്ടെ. കൊച്ചിന്റെ അടുത്ത് ആരെങ്കിലും വേണ്ടേ? വാ. കൃഷ്ണൻ ചേട്ടാ, ഞാൻ പോയി ആരെങ്കിലും വിളിച്ചോണ്ട് വരാം. നമുക്ക് അമ്മയെ വീട്ടിലോട്ട് കൊണ്ടുപോകാം. ശരി അമ്മേ. മോനെ, പൊന്നു മോനെ, നിന്നെ കാണാതെ എന്റെ അമ്മ മരിക്കാൻ പോവുകയാണ്. ഞാനമ്മേ.
മോനെ കാണാൻ അമ്മേ, അമ്മയുടെ മകൻ അമ്മയുടെ കണ്ണിൽ തന്നെയുണ്ട്. അതെ അമ്മ, അമ്മയുടെ അടുത്തിരിക്കുന്ന ഈ മഹാഭാവിയാണ് അമ്മയുടെ മകൻ. മകൻ വലിയവനായിരിക്കുമെന്ന് അമ്മയുടെ വിശ്വാസം തകർക്കാതിരിക്കാൻ വേണ്ടി ഇതുവരെ ഞാനത് പറഞ്ഞു. ഞാൻ ആപത്തിപ്പെടുമ്പോൾ അമ്മ വേദനിച്ചെന്ന് കരുതി ഞാൻ പറഞ്ഞില്ല. അമ്മേ, 7ാമത്തെ വയസ്സിൽ ഒളിച്ചോടിപ്പോയ അമ്മയുടെ മകൻ രാധാകൃഷ്ണൻ ഞാനാണെന്ന് രാധാകൃഷ്ണൻ. അമ്മേ, 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 ഞാൻ വീട്ടിൽ കൊണ്ടുപോട്ടെ. ഇനി അമ്മ മരിച്ചോളും ഞാൻ അടുത്തൊന്നും മാറില്ലമ്മേ. ഞാൻ അമ്മയുടെ കൂടെ തന്നെ ഇരിക്കാൻ പറ്റും. അമ്മ അതുപോലെ അമ്മേ, അമ്മേ, പാസു, എന്റെ അമ്മയൊന്ന് വീട്ടിൽ കൊണ്ടുപോകണമല്ലോ. പതുക്കെ സൂക്ഷിക്കണം. മാറി കൈ പിടിച്ച് അമ്മച്ചി, അയ്യോ വർഗീന അമ്മച്ചി, അമ്മച്ചി, ചേട്ടാ, അമ്മച്ചി, 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 അമ്മേ, അമ്മേ, അമ്മച്ചി, ചേട്ടാ, എന്റെ അമ്മ എന്നെ വിട്ടു പോയി പഞ്ഞി. ഇങ്ങോട്ടിരുന്നേ, ഞാൻ വട കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഒന്നിങ്ങോട്ടാ. മോളെന്തിയെ? അവള് പിള്ളേരുടെ കൂടെ കളിക്കാൻ പോയി. അവളെ അങ്ങനെ വിട്ടുകൂടല്ലോ കുഞ്ഞി. ഞാനൊരു വലിയവനായി കാണണമെന്ന് എന്റെ അമ്മ ആശിച്ചിരുന്നു. അത് സാധിച്ചില്ല. എന്റെ അമ്മയുടെ അഭിലാഷം ഞാൻ അവളിലൂടെ നിറവേറ്റും. ഞാൻ അവളെ പഠിപ്പിച്ച് വലിയവളാക്കും. വലിയ കാര്യമാക്കും. ഓരോ ദിവസവും ചെലവിന് വിഷമിക്കുമ്പോഴാ കൊച്ചിനെ പള്ളിക്കൂടത്തിലയക്കുന്നത്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആശയാണ്. ആ ആശയൊക്കെ അങ്ങ് മനസ്സിലിരിക്കട്ടെ. ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞോ. നമുക്കൊരു കുഞ്ഞു വേണ്ട ചേട്ടാ. അതോ? അത് എത്രയായാലും നമുക്കൊരു കുഞ്ഞുണ്ടാകുന്നതും ശാന്തിയും തമ്മിൽ വ്യത്യാസമില്ലേ? ഉണ്ടോ? നിശ്ചയമായി. നമ്മളുടെ രക്തത്തിൽ ജനിക്കുന്ന കുഞ്ഞും എടുത്തു വളർത്തുന്ന കുഞ്ഞും തമ്മിൽ വ്യത്യാസം കാണും. എന്താ ഒന്നും മിണ്ടാത്തത്? ആ വ്യത്യാസം ഉണ്ടാകാതിരിക്കാനാണ് ഒരു കുഞ്ഞു മതിയെന്ന് ഞാൻ വിചാരിച്ചത്. എന്താ ചേട്ടാ അങ്ങനെ പറയുന്നത്? ഞാനൊരു പെണ്ണല്ലേ. അതുകൊണ്ട് നൊന്ത് പ്രസവിക്കാനും ആ കുഞ്ഞിനെ എടുത്ത് വളർത്താനും എനിക്ക് ആശ കാണില്ലേ?
അത്ര വലിയ ആഴ്ചയാണെങ്കിൽ അധികം പ്രായമാകുന്നതിന് മുമ്പ് വേറെ വല്ലതും തിരക്കിക്കും. ഒരു കുഞ്ഞിനെ വളർത്താനുള്ള കഴിവേ എനിക്കുള്ളൂ, ഒന്നുണ്ട് താൻ. ഞാൻ കൊച്ചിൻ്റെ കൂടെ പോയിക്കളാം, എനിക്കൊന്ന് ഉറങ്ങണം. അങ്ങോട്ട് നീങ്ങിക്കറ നാശം. എന്ത് വിഷ്ണു, എന്താ ഇവിടെ നിൽക്കുന്നു? വരും, അകത്തൊന്ന് കിടക്കും. ഓടിയാത്ത നാട്ടു ചെയ്യാൻ എപ്പോഴും നിനക്ക് അച്ഛനില്ല, ഒന്നുമില്ല. അടങ്ങി കിടക്കും. ചെന്നിയ എങ്ങാണ്ടോ കിടന്ന് ഒന്നിനെ കൊണ്ട് കഷ്ടപ്പെട്ട് വളർത്തി ഒരു സ്വയം തരത്തില്ല. ഇവിടെ വന്നു. എന്നും വരാറുണ്ടായിരുന്നോ? ഇന്ന് കണ്ടില്ലല്ലോ. എന്തു പറ്റി? ഒന്നുമില്ല. രണ്ട് ദോശ കൊടുങ്ങ. എനിക്ക് എളുപ്പം സ്കൂളിൽ പോകണം. പോവാൻ മോളെ, അതിനു വേണ്ടിയാണ് മോളെ അച്ഛനെ ഇവിടെ കൊണ്ടുവന്നത്. മോളെ പഠിപ്പിച്ച് മിടുക്കിയാണ്. ദോശയല്ല, ചൂട് ദോശ മുഴുവൻ തിന്നണം. சங்கர், இந்த வண்டியெல்லாம் நல்லா பார்த்துக்கோ, தொடச்சு கிளீன் பண்ணி வை, நான் சாப்பிட்டு வரேன். சரிண்ணே, நல்லா பார்த்துக்கோ. வாங்க சார், வாங்க. எங்க போகணும் சார்? சரி, யாருங்க?
ഞാൻ ചെന്ന ശേഷം பாத்துக்கோ, சரியா பாத்துக்கோ. அங்க என்ன பாக்குற? மாற மாட்டா மாதிரி நீ ஒரு டிரைவரா வர வேண்டாம். இங்க பாரு, கவனிச்சு அப்படியே பாத்துக்கோ. வீரெல்லாம் பாத்துக்கோ. லெப்ட்ல பாத்துக்கோ. அங்க பாரு, லெப்ட்ல பாத்துக்கோ. சரி, அப்படிதான். ரோட்டை பாத்துக்கோ. கிளச்சை நல்லா மிதிச்சுட்டு அப்புறம் அப்புறம் கீழே போ. எந்த தொழிலா இருந்தாலும் ஒழுங்கா பார்த்து செஞ்சாதான் நாளைக்கு நம்ம முன்னுக்கு வரலாம். சவால் பரவாயில்லையே. கையில பாரு, நல்லா பாத்துக்கோ. இங்கம்மா சரிங்க. போனவங்க இன்னும் வரலையே. செங்கல்பட்டு வரைக்கும் போயிட்டு வர வேண்டாமா? எப்படி ஆளுங்க ரிசப்டை முடிச்சணும். பெண்ணுக்கு வயசு 22 ஆச்சு. அந்த மூத்தாளை பொறுத்து இந்த பெண்ணுடைய பொறுத்து எங்க ஆத்துக்கார தலைவல கட்டிட்டு போயிட்டான். சினிமா சினிமா பார்த்து யாராவது லவ் பண்ணி எங்க ஆளு கிளம்பிட்டா ரொம்ப கஷ்டமாயிடுமே. நம்ம ஆளுக்கு நல்லா தெரிஞ்ச இடத்துக்கு தான் போயிருக்கான். பையன் ரொம்ப நல்லவனா, எங்கேயோ வேலைக்கு இருக்கவன். இன்னைக்கு கட்டாயம் அந்த விஷயம் பிக்ஸ் ஆகும். அம்மா கொஞ்சம் பண்ணி விட்டு. நீ நினைச்சது நடந்து விடு. ஆசீர்வாதம் சுவாமி. வாங்கி என்னங்க என்னங்க பையன் பார்த்தேடா? என்னங்க பையன் பார்த்தேடா? எல்லாம் ஐயா சொல்லும். வாங்க வாங்க. உட்காரு. என்னங்கோ பார்த்தேடா? என்னங்கோ மாப்பிள்ள பார்த்தேடா? பார்த்தாச்சு, கண்டு. ஆனா நடக்காது. എന്തായി? കല്യാണം ചെയ്ത് മകളുടെ കല്യാണം നിശ്ചയിച്ചോ? ഒരു വിധി പയ്യനെ പാത്താച്ചു. ரொம்ப பேசினாச்சு. நல்ல ஒன்னாம் தரம் கொடுப்போம். இஷ்டம் போல இந்த பையன் இஷ்டம். பையன் இஷ்டம் உள்ளு என்ன நடத்திக்கூட ஏதாவது ஒரு குழப்பம். அந்த பையன் பிராமணாளா மட்டன் சாப்பிடும். தினமும் சாப்பிடாது. தண்ணி ஓடும் போது மட்டன் சாப்பிடும். கடவுளே, എന്റെ മാസ്റ്റർ ഇപ്പോഴത്തെ ചെറുപ്പക്കാരൻ ആരായാലും കഴിക്കാറ്. അത് നീ കല്യാണത്തിനുമായിട്ട് എന്താ ബന്ധം? ആരാണ് ഒരു വേറൊരു പ്രശ്നം കൊഞ്ചം ലവ്. അത് വേറെയാ. ഒന്നും കേൾ. എനിക്കിട്ടേ ആരെ കൂടി അവരെ കണ്ടാൽ ഒരു കള്ളന്റെ ലക്ഷണം. என்ன தம்பி? அப்படித்தான் கல்யாணம் ஆனப்புறம் இவன் வாழ்நாள் பூரா ஜெயில இருந்துட்டான்னாக்க என் பொண்ணு கேது என்ன ஆறுதுங்கிற. என் போலதான். உனக்கு என்ன வந்தது? എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്താൻ ഇവിടെ കൂടെ കൂടെ വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? നീ കൃഷ്ണൻ ചേട്ടനെന്ന് പറഞ്ഞ എത്ര കല്യാണ? എന്റെ കാര്യം ഞാൻ നിശ്ചയിച്ചുകൊള്ളാം. അയാൾ ഇനി ഈ നാട്ടിൽ കയറിയില്ല. എവിടെ അയാൾ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ആര് പറഞ്ഞു? ഞങ്ങൾക്കൊരു കമ്പനി ഉണ്ടടി മണ്ടി. എവിടെ ഉണ്ടെങ്കിലും ഞങ്ങളറിയും. ഞാൻ വിചാരിച്ചാൽ നീയും നിന്റെ കൃഷ്ണൻ ചേട്ടനും അകത്ത് ആ പെൺകൊച്ചിനെയും പോലീസ് സ്റ്റേഷനിൽ ചതിക്കില്ലേ കേശവൻ ചേട്ടാ? എന്റെ കൃഷ്ണൻ ചേട്ടൻ വലിയവനായി കഴിയണം. എന്റെ മോള് പഠിച്ചു മിടിക്കുകയാകും. എനിക്ക് എന്ത് വന്നുകൊള്ളട്ടെ. അങ്ങനെയാണെങ്കിൽ നീ എന്റെ ഭാര്യയെ കഴിയാം. ദൈവത്തെ ഓർത്ത് അത് മാത്രം പറയുന്നു.
കേശവൻ ചേട്ടൻ്റെ ഒരു ഭാര്യയും മകനും ഉണ്ടല്ലോ. ഒരു ഭാര്യയോ? ചെല്ലുന്നിടത്തൊക്കെ ഭാര്യമാരുണ്ട്, ചിലടത്തൊക്കെ കൊച്ചുങ്ങളും കാണും. നിന്നെ കൂടെ ഞാൻ എടുത്തോളാം എന്റെ പൊന്നു. സാധ്യമല്ല. അങ്ങനെ വാശി പിടിക്കാതെ പെണ്ണെ, ശിക്ഷ സ്ഥലത്തില്ല എന്നുള്ള കാര്യം നല്ല ഓർമ്മ വേണം. അങ്ങനെ കത്തി കാണിച്ചെന്നെ ഭയപ്പെടുത്താന്ന് വിചാരിക്കണ്ട. ഞാനിത് എത്രയോ കണ്ടതാണ്. കുറ്റങ്ങളും എനിക്ക് വഴങ്ങിയില്ല എന്നുണ്ടെങ്കിൽ കുറ്റന്റെ സകല പ്രവർത്തനങ്ങളും ഞാൻ പുറത്തുകൊണ്ടിരിക്കും. ആ സ്ത്രീയെ കൊന്ന കുറ്റത്തിന് അവൻ തൂക്കുമരത്തിൽ കയറ്റി വെച്ചു. ആ പെൺകുട്ടി പെൺകുട്ടി ഓടി നടക്കേണ്ടി വരും. മോളെ ഉറങ്ങിക്കോ. മോളെ അച്ഛൻ വരുമ്പോ ചോക്ലേറ്റ്, മിഠായി, ഓറഞ്ചെല്ലാം കൊണ്ടുവരാൻ കേട്ടോ മോളെ. നല്ല മോള്. കണ്ടവന്റെ കൊച്ചിനകത്ത് ലാറിക്കും. പിന്നെ ആരാളിക്കാണ്? നമുക്ക് സ്വന്തമായി കൊച്ചം പറ്റുണ്ടോ? എന്റെ കുഴപ്പം ഒരു കൊച്ചിനും ഉണ്ടാവില്ല. എന്റെ കുഴപ്പമാണോ? എന്റെ കുഴപ്പം എന്റെ കുഴപ്പമാണോ? തളിപ്പെടുത്തിപ്പോണം. എന്റെ ശങ്കര, ഞങ്ങൾ എന്നാ കൊടുത്താലും എന്നാ പറഞ്ഞാലും ஆனால் ഒരേ ഒരു ഇരിപ്പ്. അച്ഛനെ കാണണമെന്നും പറഞ്ഞു. കാറിന്റെ ഓൺ കേൾക്കുമ്പോൾ മദ്രാസി പട്ടണം അല്ലയോ രസയല്ലേ കാർ. അവൾ എന്നെ പിരിഞ്ഞിരുന്നിട്ടില്ല. എനിക്കും അവളെ കാണാതിരിക്കാൻ കഴിയില്ല. പിന്നെ മാസ്റ്ററിന്റെ ഏവയമ്മ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ധൈര്യമായിട്ട് പോവുകയാണ്. 6000 നോക്കിയാണോ ശങ്കരായി ഞങ്ങൾ ഈ കുഞ്ഞിനെ നോക്കുന്നത്? ഒന്നുമല്ലെങ്കിൽ ഒരു പെൺകുഞ്ഞല്ലേ, ഒരു വീടില്ല. ആണാ ശങ്കര, നീ എന്താ കാറ് വാങ്ങിച്ചെന്ന് കേട്ടല്ലോ? വാങ്ങിച്ചു. കുറച്ച് ബാക്കിയൊക്കെ കൊടുക്കാനുണ്ട്. ആ, നീ മദ്രാസിൽ വന്ന് ഒരു കൊല്ലം തികയുന്നതിന് മുമ്പ് ഇങ്ങനൊക്കെ ആക്കി തീർത്തല്ലോ, സന്തോഷം. പിന്നെ ശങ്കരനെ രാമപാല് കഷ്ടപ്പെട്ടുകൊണ്ട് സമ്പാദിച്ചതാണ് ആ സാറ്. നിങ്ങളൊന്നും അല്ല. എന്റെ ശങ്കര, സത്യം പറഞ്ഞാല് എനിക്ക് ശരീരം അനങ്ങി വേദനിക്കാനൊക്കെ ഞാൻ അങ്ങനെ ശീലിച്ചിട്ട് എന്നാ വല്ലജാതി ഇവിടെ കൊണ്ട് രക്ഷപ്പെടാമെന്നും കണ്ടാണ് ഞാൻ മദ്രാസിക്ക് പോകുന്നത്. വന്നപ്പോ കേട്ടോ ചില്ലറ ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു സിനിമയിൽ. ഇപ്പൊ അതിൽ ഓടാതെ എന്റെ ദേവയ്ക്ക് മദ്രാസി വന്നപ്പോ അതിൽ ഞാനങ്ങ് ശോഷിച്ചു. ബാംഗ്ലൂർ മേൽ വരുമ്പോ എനിക്ക് സ്റ്റേഷൻ വരെ ഒന്ന് പോകണം. ഓഹോ, അത് മോളെ ഒന്ന് നോക്കണം. ഞാൻ വരാം. ഒരു മിഠായി എടുക്കട്ടെ? അച്ഛാ, ഞാനിനി അച്ഛനെയും ഡാഡിനെ വിളിക്കുന്നു. അതെന്താ, പലപുരത്ത് പോകുന്നു ചീത്ത വർത്താനം പഠിക്കാനാണോ? അയ്യോ, അച്ഛൻ അറിഞ്ഞൂടെ? ഡാഡി എന്ന് പറഞ്ഞ അച്ഛൻ അർത്ഥം. എന്നാലും അച്ഛാന്ന് വിളിക്കുന്ന സുഖം ഇംഗ്ലീഷ് ഇവിടെ ഇല്ല മോളെ. അവർക്കറിയാം. ഓ മോളിന്ന് എന്തോ പഠിച്ചു? ഒരു കഥ. മോൾ വായിച്ചു? ഡാഡി വായിച്ചു. മോൾ വായിച്ചു? ഡാഡി വായിച്ചു. ഡാഡിക്ക് അറിഞ്ഞൂടാ? അയ്യോ, ഡാഡിക്ക് വായിക്കാൻ അറിഞ്ഞൂടെ? ഇല്ല മോള്, ഞാൻ പഠിപ്പിച്ചു തരാം. എ ബി ഡി സി സി ഡി ഡി. ഡാഡിക്ക് പോകാൻ സമയമായി. മോള് പാല് കുടിച്ചോണ്ട് അവിടെ പോയി ഇരുമ്പോ മാസ്റ്റർ വരും, എന്നിട്ട് പഠിക്കാം. ശാന്തി, അതാ മാസ്റ്റർ വന്നല്ലോ. പാല് കുടിച്ചിട്ട് ഇരുന്ന് പഠിക്കും. ശാന്തി, പാല് ചാപ്പിടമ്മ. ശാന്തി വല്ലതും പഠിക്കുന്നുണ്ടോ മാസ്റ്ററെ? ശാന്തി എല്ലാ ക്ലാസ്സിലും ഫസ്റ്റാക്കണമെന്നാണ് എന്റെ വിചാരം. പിന്നെ ശങ്കരൻ വലുതാണ്. നിങ്ങൾ ആദ്യം വന്നപ്പം എന്റെ കൂട്ടത്തിലല്ലേ താമസിച്ചത്? ആ വിചാരം എപ്പോഴും ഉണ്ട് മാസ്റ്റർ എനിക്ക്. നിങ്ങളെ പിടിച്ചു വേണം എനിക്കൊന്ന് കര കയറാൻ. എന്റെ ദേവകി, ഇപ്പൊ സിനിമാക്കാരും തിരിഞ്ഞു നോക്കുന്നു. ആ വയസ്സും കുറെ ആയില്ലേ? മാമ്പരത്തെങ്ങാണ്ട് ഒരു വർക്ക്ഷോപ്പ് മേടിക്കാൻ പോകുന്നോ മേടിച്ചെന്നോ ഒക്കെ കേട്ടല്ലോ. അങ്ങനെ ഒരു ചെറിയ ആലോചനയിലിരിക്കുന്നു. ഞാൻ പറയാം.
ഇയാൾ പ്രശ്നം വെച്ച് പറഞ്ഞിട്ട് 5 ലോട്ടറി ഞാൻ എടുത്തു. ഒരു ബലവുമില്ല. ഇയാൾക്ക് പ്രസവിക്കാത്ത പെണ്ണെ പ്രസവിക്കാൻ അറിയും. വിട്ടേക്കും സാർ പറഞ്ഞോണ്ട് നീങ്ങെല്ലാം പോക ശങ്കരനെ നീങ്കെല്ലാം ഇരുന്നു ഇവരെ இப்படி செய்யப்பட்டீங்கிறதான் வருத்தம் மறைச்சிല്ല ഒരുപാട് മനുഷ്യർ. சரி உங்க பேச்சுக்கு மதிப்பு கொடுக்கறேன். யோசிக்கிறேன் பக்கத்து வீட்டுக்காரனாயிருந்துட்டு பிராமணனாயிருந்துட்டு இப்படி மானத்தை வாங்கி விட்டீரையா? அவன் சொல்ல கேட்டா சுவாமி அடிபட்டிருக்கா இருக்கானே சுவாமி அதெல்லாம் ஒண்ணும் இல்லை, சும்மா இரு. ஒண்ணு இல்ல சின்ன தராரு. ஆமா நீங்க எந்த படத்துக்கு போயிட்டு வரீங்க? யாரு ஹீரோ? நாகேஸ்வராவோ? ஹீரோயினி வரலட்சுமி. தகடோ நம்ம தேவகி அந்த காலத்திலே நாகேஸ்வரராவின் கூட்டத்தை நடிச்சிருக்கேன். ஏதோ ஒரு தெலுங்கு படத்திலே பானுபதிக்கு வேண்டி ആ കാലൊക്കെ കഴിഞ്ഞു പോയില്ല. ആ കാലത്തിൽ എനിക്കിട്ട് ഹീറോ കിട്ടിയിരുന്നെങ്കിൽ ഇന്നിപ്പോ ഞാൻ ഇങ്ങനെയാണ് നർഗീസ് மாதிரி ആയാനെ. ஆமா தேசி உனக்குதான் ஹீரோ பூ வச்சிருக்காங்களே. ஐயோ மாமி உனக்கு ஒண்ணும் தெரியாது. நம்ம தோளுக்கு தகுந்த சான்ஸ் கிடைக்கணும்னா ஒரு ஹீரோ நம்ம கச்சேரியில் இருக்கணும். அதுக்குத்தான் என் ஹீரோ ஒத்துக்க மாட்டேங்கிறாரே. அது வேண்டாம் அது வேண்டாம், அது மனசு இருக்கட்டே. அதப்பா எங்க ஜாதகமா பிரச்சனமா வாயா ஸ்டேஷனுக்கு என்ன விசேஷங்க? அதெல்லாம் அங்க வந்து நினைக்கிறான். சுவாமி நமஸ்காரம் போயிட்டு வாங்க. தங்கரோ அப்பயே நான் சொன்னேன், இவருடைய கை நோட்டும் அபோசம் பிசினஸும் தெட்டாகும். தம்பையா குட்டியை படிப்பிக்கிறோம். என்னங்கோ வாங்க போலாம், நேரம் பார்த்து படிப்போம். வாங்க பார்த்த வாங்க. ആ പെൻസിലും പുസ്തകമൊക്കെ എവിടെ കൂടി കളഞ്ഞു? ഞാനിവിടെ വെച്ചിരുന്നു. ആ ABCD എഴുതിയ പുസ്തകം എന്തിയെ ഇവിടെ വെച്ചിരുന്നു? പക്ഷെ അവിടെ കാണത്തില്ലേ? നാട്ടിലുള്ളല്ല കൂടുതൽ അവരുടെ കുറ്റമല്ല മനസ്സേ. അത് ഞാൻ ഇങ്ങോട്ടൊന്ന് എടുത്തായിരുന്നു. ഇല്ലെന്നേ ഞാൻ ഈ അക്ഷരായിരുന്നു മാസ്റ്റർ. എന്റെ മോളാണ് ആദ്യത്തെ ഗുരു. അമ്മയെ കാലിനെ നാളെ ഡാഡി പോയി അമ്മയെ വിളിച്ചോണ്ടില്ല. മോളിഞ്ഞു പറഞ്ഞു ഉറക്കം വരുമ്പോ അമ്മ ഓർമ്മ വരും. അമ്മ കേട്ടോ വിനോദ്, നിങ്ങൾക്ക് കുസൃത്തര അല്പം കൂടുതലാണ്. അതാണ് എന്റെ മുമ്പിൽ വെച്ച് വിനോദിനെ ആക്ഷേപിച്ചത്. അങ്കിളിന്റെ മുൻപിലാണെന്ന സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തുകയാണ്. അച്ഛന്റെ മുമ്പിൽ വെച്ചല്ലെങ്കിലോ? ഈ പുരുഷന്റെ തന്റെ ഇടം കാണുമായിരുന്നു അല്ലേ മിസ്റ്റർ വിനോദ്? നമുക്ക് ആണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ മുമ്പിൽ തോറ്റു കൊടുക്കാനോ പോകും. I shall be coming just now. You please carry on. ഏറ്റവും മധുരമുള്ള ശിക്ഷ തരുമായിരുന്നു. അതേ നാളെ തന്നെ മറുപടിയും കിട്ടുമായിരുന്നു. ഗാന്ധിയുടെ ഡാഡി വിവരമുള്ളയാളാണ്. ഇത്രയും എങ്ങനെ മനസ്സിലാക്കി? നമ്മെ റിച്ചാക്കിയിട്ട് മാറിയത് കണ്ടില്ല. അതുകൊണ്ട് ധൈര്യമായി നമ്മുടെ ഉദ്ദേശം മാറി. ഇന്ന് പറയണമെന്ന് തന്നെ ഉദ്ദേശിച്ചിരിക്കുകയാണ്. ആ വിനോദിന്റെ ഫാദർ സമ്മതമാണെന്ന് പറഞ്ഞിരിക്കുന്നു. ധൈര്യമായി പറയും. എന്റെ ഫാദർ സമ്മതിച്ചു. ഇപ്പോൾ തന്നെ പറയും. ഞാൻ വരട്ടെ. ഡാഡി ഡാഡി എനിക്ക് ഡാഡിയോട് ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. ഡാഡി പറയൂ.
എന്താണ് ഡാഡി, ഞാനും ആ വിനോദും ആ തമ്മിൽ സ്നേഹമാണല്ലേ? ആ എന്നിട്ട് തമ്മിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ആഗ്രഹമേ ഉള്ളൂ, അതോ തീരുമാനമായോ? അത് അച്ഛനല്ലേ തീരുമാനിക്കേണ്ടത്. എന്റെ തീരുമാനം പോലെ നടക്കുമോ? നീ എന്താ ഒന്നും മിണ്ടാത്തത്? എന്റെ ആഗ്രഹം പോലെ ഡാഡി തീരുമാനിക്കണം. അപ്പോൾ എനിക്ക് ഗവർണറുടെ സ്ഥാനമാണല്ലേ? മന്ത്രിസഭ തീരുമാനമെടുക്കും, ഗവർണർ സൈൻ ചെയ്യും. എന്നാൽ നിന്റെ വിവാഹ കാര്യത്തിൽ ഞാൻ എടുക്കുന്ന തീരുമാനം പോലെ നടക്കും. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു, അത് നടത്തുകയും ചെയ്യും. വിനോദിന്റെ അച്ഛനെ ഞാൻ കണ്ടു. ഞങ്ങൾ രണ്ടുപേരും ഇതേക്കുറിച്ച് വളരെ നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. നീയും വിനോദുമായുള്ള വിവാഹം എത്രയും വേഗം നടന്നു. ഞാൻ തന്നെ നിനക്ക് വിനോദിനോട് ഇഷ്ടമാണെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അപ്പോ ഡാഡി ഒരു വലിയ കള്ളനാണ്. നീ ഒന്ന് ചുമ്മാ നേടി എന്റെ പൊന്നമ്മ. നമുക്ക് എങ്ങനെങ്കിലും ഒന്ന് സൂചിച്ച് കഴിയണമല്ലോ. അതിനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. നിന്റെ കൃഷ്ണൻ ചേട്ടൻ മദ്രാസിൽ വലിയ ലക്ഷപ്രഭുവായിട്ട് കഴിയുകയും ഞാനിവിടെ വാറ്റുകാരായതും കുടിച്ച് ഉടനെ വലിച്ച് നടക്കുകയും അത് നടപ്പില്ല. ഞാൻ തന്നെ ഞാൻ മദ്രാസിന് ദൈവത്തെ വിചാരിച്ചോക്കും ചെയ്യരുതേ. നീ പോടി അവിടുന്ന്. ശാന്തി എഞ്ചിനീയറിംഗ് കമ്പനിയിൽ നിന്ന് ഒരു വലിയ കമ്പനിയൊക്കെ വെച്ച് ബംഗ്ലാവും കാറും ശങ്കറിന് പേര് മാറ്റി സൂയിക്കുകയാണ് നിന്റെ കൃഷ്ണൻ ചേട്ടൻ. പാതി പോലെ എനിക്ക് വന്നാലെന്താ? തന്നില്ലേ ആ പെൺകൊച്ചിന്റെ തള്ളയെ കൊണ്ട കേസിന് ഞാൻ അവനെ ജയിലിൽ കയറ്റും. ഇല്ല, ഇങ്ങനെ ഒരു ചതിവ് ചെയ്ത് എന്റെ മോളുടെയും കൃഷ്ണൻ ചേട്ടന്റെയും ജീവിതം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെ നിന്നോട് ചോദിച്ചിട്ടില്ലേ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? എവിടെ പോകുന്നു? എനിക്ക് വെളുപ്പിനെ പോണമെന്ന്. ഇവിടെ വന്ന് കിടന്നിട്ടേ വെളുപ്പിന് എഴുന്നേറ്റ് പോയാ മതി. ആ എനിക്കിവിടെ രാത്രി കിടന്നാൽ സന്തോഷം കൊണ്ട് ഉറക്കം വരില്ല. എനിക്ക് എവിടെ നിന്നെങ്കിലും കുറെ കുടിക്കണം. എന്തുവാടാ? ശാന്തിസിന്റെ കല്യാണമല്ലേ? ഈ വീട് വന്ന് അലങ്കരിക്കണ്ടേ? ചേട്ടാ, കല്യാണം ഇവിടെ വെച്ചല്ല, കല്യാണ മണ്ഡപത്തിൽ വെച്ച. അപ്പൊ എന്തിനാ ഈ വീട് അലങ്കരിക്കുന്നു? അഥവാ അലങ്കരിച്ച ആടെ കാശാ പോകുന്നു. ശാന്തിസിന്റെ അല്ലേ? നീ നാളെ വന്ന് കല്യാണ മണ്ഡപത്തിൽ നോക്ക്, അപ്പം കാണാൻ കളി. മേന് എല്ലാ കാര്യങ്ങൾക്കും ഒരു നോട്ടവും ശ്രദ്ധയും വേണ്ടേ? ഞാൻ ആകെ കൂടെ അസ്വസ്ഥമാണ്. എല്ലാ കാര്യങ്ങളും ശരിയായിരിക്കാം. കത്തുകളൊക്കെ നേരത്തെ അയച്ചു. എനിക്ക് 7 രൂപ വെച്ച് സത്യയ്ക്ക് ഏർപ്പാട് ചെയ്തു. മണ്ഡപം അലങ്കരിക്കാൻ കോൺട്രാക്ട് കൊടുത്തിരിക്കുകയാണല്ലോ. അത് ഇന്ന് രാത്രി ശരിപ്പെടും. പിന്നെ ദേവകി ഒരഭിപ്രായം പറഞ്ഞു. കല്യാണ ചടങ്ങെല്ലാം സിനിമയിലെടുക്കണമെന്ന്. വേണ്ട വേണ്ട, ഞാനൊരു പടം പോലും എടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്നാ വേണ്ട. എന്റെ വിൽപത്രം ദേശീയ ഡോക്യുമെന്റ്സ് കിട്ടിയോ? അത് കിട്ടിയല്ല. നാളത്തെ ഒരു ദിവസം കഴിഞ്ഞിരുന്നെങ്കിൽ എന്റെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും. അതെ, മേലും പൊയ്ക്കോളൂ. നീ എവിടെ നിന്ന്? ഞാൻ പഴയ പുള്ളിയോടത്തിന് കഴിയാച്ചാനെ. ഓച്ചാനെങ്ങനെ ഈ നിലയിലായി? കള്ളാത്തോ? നീ എന്നെ പഴയ രീതിയിൽ കാണരുത്. ഇത് ഞാൻ എന്റെ സ്വന്തം പ്രയത്നം കൊണ്ട് സമ്പാദിച്ചതാണ്. ചുമ്മാ സ്വന്തം പ്രയത്നം. നമ്മൾ രണ്ടിനും കൂടെ എത്ര പ്രയത്നിച്ചാൽ ജയിലിൽ നമ്മൾ എത്ര നാൾ. എന്റെ ഇന്നത്തെ നില നീ ഒന്ന് നോക്കണം. ഓഹോ, അങ്ങനെ എനിക്കും കൂടെ ജീവിക്കണമല്ലോ. ഞാൻ എന്ത് വേണമെങ്കിൽ തരാം. 20,000 30,000. 20,000 30,000 ആ കുതിരപ്പത്തേന്റെ അവിടെ ചെന്ന് ഒരുത്തന്റെ പാക്കറ്റ് തപ്പിയാൽ കിട്ടുമല്ലോ. എന്നെ ഭീഷണിപ്പെടുത്താൻ ഇറങ്ങിയിരിക്കുകയാണ്. കേശവ, ഞാൻ വളരെ കാലം കൊണ്ട് കെട്ടിപ്പടുത്ത് ഒരു നിമിഷം കൊണ്ട് നീ നശിപ്പിക്കരുത്.
ആവശ്യമുള്ളത് ഞാൻ തരാം. ദൈവത്തെ കൊണ്ട് ആശാൻ എങ്ങാണ്ടും നോക്കി പറക്കിയെടുത്ത് ആരുടെ കൊച്ചിന് കൊടുക്കുന്നുണ്ട്. ആ കൊച്ചിന് വല്ലതും കൊടുക്കണം. കാരണം അതിന്റെ തള്ള ആശാൻ ഞെട്ടിക്കണം. ഞാനൊന്നും മറച്ചു പിടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്കും ആശാനെ പോലെ കാറും ബംഗാളും ഒക്കെ വയ്ക്കും. ഒന്ന് സൂചിക്കട്ടെ. ആരാണ് മുതലാളിയുടെ മുമ്പിൽ കയറിയിരിക്കുന്നത്? ഒന്നും പറയരുത്, എന്റെ നാട്ടുകാർ. ഇതിനെ ഏത് കഴിഞ്ഞ് ഇറക്കി വിട്ടുവാ. ഈ നാട്ടും പുറത്തുകാർക്ക് ഒരു മര്യാദ, ഒരു എത്തിക്കേറ്റില്ല. നേരം വെച്ചോളൂ. ശാന്തിക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന എല്ലാ സ്വത്തിന്റെയും പ്രമാണം. അല്ല, മനസ്സിലായി. വെച്ചോളൂ. കേശവ, നീ ഇപ്പോൾ നാളെ കഴിഞ്ഞു ഞാൻ എന്ത് വേണോ ചെയ്യാം. ഈ സകല കള്ളത്തരങ്ങളും നമ്മൾ ഒരുമിച്ചല്ലേ അളിയാ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്നോട് വേലിറക്കാം. സകല സ്വത്തുക്കളും ആ പെണ്ണിന്റെ പേർക്ക് എഴുതി വെച്ചിട്ട് താൻ ആത്മഹത്യ ചെയ്യോ നാട് വിടുകയോ പിന്നെ ഞാൻ എന്തോ എടുക്കും. നീ എന്നെ നശിപ്പിച്ചിറങ്ങും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, നമുക്ക് രണ്ടുപേർക്കും ഒരുപോലെ ജീവിക്കണം. അതുകൊണ്ട് തൽക്കാലം ഈ കല്യാണം വേണ്ടെന്ന് വെച്ചു. എന്റെ ഒരു മോനുണ്ടായിരുന്നല്ലോ, അവൻ ബഹുസമർത്ഥന. സമർത്ഥനം എന്ന് വെച്ചാൽ തന്നേക്കാൾ സമർത്ഥന. അവൻ താനെ തുറക്കും. അതുകൊണ്ട് തന്റെ മോളെ അവളെ കൊണ്ട് സംബന്ധം ചെയ്യും. കേശവ, നീ എന്താ നീ പറയുന്നത്? നല്ലവണ്ണം ആലോചിച്ചതിന് ശേഷം പറയുന്നു. പകുതി സ്വത്ത് എനിക്ക് വേണം. അതിന് തന്റെ മോളെ എന്റെ മോളെ കൊണ്ട് സംബന്ധം ചെയ്യിച്ചേ പറ്റും. അതെല്ലാം എന്നുണ്ടെങ്കിൽ നാളെ കല്യാണ മണ്ഡപത്തിൽ വെച്ച് 12 മണിക്ക് സ്ഥലം ഞാൻ വിളിച്ചു പറയും. ഇതിൽ യാതൊരു മാറ്റവുമില്ല. ഞാൻ കോളമ്പുറത്ത് സുബ്രഹ്മണ്യ വിലാസം ഹോട്ടൽ 5ാം നമ്പർ മുറിയിലാണ് താമസം. നാളെ 10 മണിക്ക് മുമ്പേ എനിക്ക് വിവരം അറിയണം. അതെല്ലാം എന്നുണ്ടെങ്കിൽ കല്യാണ സ്ഥലത്ത് കാണാം.
என்ன சாமி இவ்வளவு லேட்டு தண்ணி கிடைச்சுதா? கொண்டு வாப்பா. எவ்வளவு நேரம் வெயிட் பண்ணிட்டு இருக்கு. கொண்டு வாப்பா. கிருஷ்ணன் சேட்டனா? അതേടാ, കിഷൻ ചേട്ടൻ തന്നെ, പഴയ കേടി കിഷൻ. കൃഷ്ണൻ ചേട്ടന്റെ ഈ വേഷത്തിൽ ഇതാണല്ലോ കേടി കിഷന്റെ വേഷം. നീ കണ്ടിട്ടില്ലേ? നേരത്തെ കണ്ടത് ശങ്കരന്റെ വേഷമായി. ഞാൻ ഇന്നും പഴയ കേടി കൃഷ്ണനാണെന്ന് നിന്നെ മനസ്സിലാക്കാനാണ് ഈ വേഷത്തിൽ വന്നത്. എടാ കേശവ, നീ തെറ്റിദ്ധരിച്ച് ഞാൻ കൂട്ടുധരിച്ചപ്പോൾ ഭീരുവായി പോയത്. എന്റെ സമ്പാദ്യം കള്ളക്കടത്തും കള്ളനോട്ടും കൊണ്ടുണ്ടായതാണ്. അല്ലടാ, അല്ല, ന്യായമായ മാർഗത്തിലൂടെ അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ളതാണ്. നിനക്ക് ഞാൻ പണം തന്നപ്പോൾ നീ ധരിച്ചു ഭയന്നിട്ടാണ്. അയ്യോ കൃഷ്ണേട്ട, ഞാൻ അല്ലടാ. അതിലുപരി നിന്റെ ഇപ്പോഴത്തെ ഭാര്യയില്ലേ, കൊച്ചുനാളിലെ മുതൽ എന്നെ സ്നേഹിച്ചു വളർന്ന പെൺകുട്ടി, അവളെ കരുതി കൂടിയാണ് ഞാനത് ചെയ്തത്. കേശവ, അവസാനമായി ഞാൻ പറയുന്നു, അറിയാതെ ഞാനൊരു സ്ത്രീയെ കൊന്ന് കൊലപാതകം, അറിഞ്ഞുകൊണ്ടൊരു കൊലപാതകയാകാൻ നീ ഇടയാക്കരുത്. എനിക്ക് പണം എത്ര വേണോ ഞാൻ തരും. എന്റെ മകളുടെ കല്യാണം നീ അലങ്കോലപ്പെടുത്തേ. അലങ്കോലപ്പെടുത്തിയാൽ ഈ വേഷത്തിൽ നീ എന്നെ ഒന്നുകൂടെ കാണാനിടയാവും. മനസ്സിലായോ? എന്നാ കൃഷ്ണേട്ടൊരു കാര്യം ചെയ്യട്ടെ, വേറൊന്നും തോന്നരുത്. നാളെ രാവിലെ ഒരു 10 മണിക്ക് മുമ്പ് ഒരു 50,000 കൊടുത്തയച്ചിട്ടാണ്, ആരുടെങ്കിലും കൈവശം കൊടുത്തയച്ചാണ്. ആ കൃഷ്ണ, കൊച്ചുകൃഷ്ണ, ആ 10 കൃഷ്ണ, നീ കേശവനെ ഏമാറ്റാന്ന് വിചാരിച്ചില്ലടാ. ആ തൂങ്ങിച്ചത്തവന്റെ അരിഞ്ഞാതി തൂങ്ങിച്ചത്തവനാ ഞാൻ ചായക്കട ചെയ്തിട്ടുണ്ട്, ചായ അടിച്ചിട്ടുണ്ട്, ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. കേട്ടടാ, 10 കൃഷ്ണ. രോഗി നീയാണ് നാം വൈകി കൊടുത്ത് കേട്ടോ. അല്ലടാ, അത്താഞ്ഞ് திருப்பதி நல்லக்கா, இது நல்லடி, இது நல்லா இருக்குல்ல? நல்லா இருக்கு. கல்யாண மண்டபத்திற்கு போகலாமா? என்னடா இது, எவ்வளவு நேரம் வச்சிருக்கேன். முதலாளிக்கு ஆகப்பாட பஞ்சாயத்து மூளை போகணும், வெப்பமாയിരിക്കും. நாங்க வந்து ശാന്തിക്കുട്ടിന്റെ കല്യാണമാണ്. ഡ്രസ് ചെയ്തിരിക്കുന്നു. നീ കല്യാണ മണ്ഡപത്തിൽ ചെന്നാക്കാം. ആരാണ് മാസ്റ്റർ? അല്ല, കുഞ്ഞിനെ കാണണമെന്ന്. ഇങ്ങോട്ട് വരാൻ പറയൂ. ചെന്നാട്ടെ. പെർമിഷൻ ഇല്ലാതെ കരങ്ങടി. മോൾ ആരോടും പറയുകയില്ലെങ്കിൽ, മോൾക്ക് ആക്ഷേപം തോന്നുകയില്ലെങ്കിൽ ഞാൻ പറയാം. മോളുടെ അമ്മ, എന്റെ പൊന്നു മോളെ 5 വയസ്സ് വരെ വളർത്തിയ അമ്മ. അമ്മേ, മോളെ പൊന്നമ്മേ. ഡാഡി, ഡാഡി എന്റെ അമ്മ. നിങ്ങൾ രണ്ടുപേരും കൂടി കരുതിക്കുട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ലേഡി ദ്രോഹി. നശിപ്പിക്കരുത്. നിങ്ങൾ സന്തോഷിക്കും. ഇല്ല ചേട്ടാ, ഇല്ല. ഞാൻ ഒരിക്കലും അങ്ങയെ എന്റെ മോളെ നശിപ്പിക്കുകയില്ല. നശിപ്പിക്കുകയില്ല ലേഡി.
പ്ലീസ് ഡാഡി. മോളെ മുഹൂർത്തത്തിന് സമയമായി. കുട്ടികാരെ ഒരുമിച്ച് കല്യാണ പന്തലിലേക്ക് അച്ഛനാണ് പറയുന്നത്. അച്ഛൻ പുറകെ വരാം. സാരമില്ല മോൾ, അച്ഛൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എന്റെ മോക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും. മോള് പോയിക്കോ. നിന്റെ ഭർത്താവ് കോടമ്പാക്കത്ത് സുബ്രഹ്മണ്യ വിലാസ ഹോട്ടലിലെ 5-ാം നമ്പർ മുറിയിലിരുന്ന് എന്റെയും എന്റെ മകളുടെയും ചിത ഒരുക്കുകയാണ്. മനസ്സിലായോ? എന്റെ ഭർത്താവ് ഇവിടെയാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതറിയാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ മനുഷ്യൻ മദ്രാസിലേക്ക് പോകുന്നത് മനസ്സിലാക്കി ഞാൻ പുറകെ വരികയായിരുന്നു. ഓഹോ, നീയും കൂടെ ചേർന്ന് എന്റെ വിലവേഷം വന്നതാണല്ലേ? അങ്ങയുടെ വില ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഇനി വില പറയേണ്ട കാര്യമില്ല. നിന്റെ ഭർത്താവ് എന്റെ മകളുടെ കല്യാണം നടത്തിക്കില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ്. അവന്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന്. എനിക്കൊരു രൂപവുമില്ല. അവനെല്ലാം തകർക്കും, എല്ലാം തകർക്കും. അങ്ങ് സമാധാനമായിരിക്കും. ഞാനതിന് വഴിയുണ്ടാക്കാം. എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യനാണ് ഞാൻ. പ്രസവിച്ചതല്ലെങ്കിലും ശാന്തി എന്റെ മോളാണ്. അവളുടെ വിവാഹം നടന്നു കാണാൻ ചേട്ടനെ പോലെ എനിക്കും ആഗ്രഹമുണ്ട്. അതിന് തടസ്സമുണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. மாமி வரியா? இன்னொரு கல்யாணம். அவளை அங்க அனுப்பிச்சேன். சங்கர் சார் கல்யாணத்துக்கு நம்ம வந்துட்டு வந்தேன். ஓஹோ, வாங்க வாங்க வாங்க. எடுத்துல அங்கே உட்காரு. മണി 10 കേടിക്കണ കാണുന്നില്ല. മണി എന്നാച്ച് നീയോ? നീ എങ്ങനൂടെ വന്നു? എന്തിനൂടെ വന്നു? മാംഗല്യം സംസുനാമേന മമ ജീവന കേതുന കണ്ഠേ പത്മാഭിഷുഭകേ സഞ്ജീവതരദസ്വത. ഞാൻ ഹോട്ടൽ സുബ്രഹ്മണ്യ വിലാസിൽ നിന്ന് വരികയാണ്. അവിടെ നിന്ന് ഒരു സ്ത്രീ പറഞ്ഞയച്ചാണ് കല്യാണത്തിന് യാതൊരു തടസ്സം വരില്ലെന്ന്. അവരെവിടെ? അവിടെ താമസിക്കുന്ന ഒരാളെ കുത്തിക്കൊന്നു. ക്ഷമിക്കണം, ഞാനും ഇവിടെ എസ് ഐ ചെന്താമരയും ഇന്ന് കല്യാണത്തിൽ പുറപ്പെട്ടതാണ്. നാട്ടിൽ നിന്ന് അലവലാതി കയറി വന്ന് ഒരുത്തിനെ കുത്തിക്കൊണ്ടിരിക്കും. ഞാൻ ഈ കേസിന്റെ കാര്യം അറിയാനാണ് വന്നത്. ഈ കേസിൽ? അതെ. ഇരിക്കണം. വേണ്ട, ഈ കേസിൽ ഞാനുമായുള്ള ബന്ധത്തെപ്പറ്റി നിങ്ങളെ അറിയിക്കുന്നതിന് മുൻപ് ഈ സ്ത്രീ ആരാണെന്ന് ഞാൻ പറയാം. സ്നേഹിച്ച ഒരു പുരുഷന് വേണ്ടിയും കുഞ്ഞിനു വേണ്ടിയും നീചനായ ഒരുവന്റെ ഭാര്യയായി ജീവിച്ച് അവസാനം അയാളെ കൊലപ്പെടുത്തിയ ഒരുവളാണ്. സ്ത്രീവർഗത്തിന്റെ അഭിമാനമാണ്. നല്ലവ ഇവളുടെ ജീവിതം തകർത്ത് ഇവളെ കൊണ്ട് ഈ കുറ്റകൃത്യം ചെയ്യിച്ചത് ഞാനാണ് സാർ. നിങ്ങളെല്ലാം വളരെയേറെ ബഹുമാനിക്കുന്ന ഈ ഞാൻ. അതെ, കേരളത്തിലെ എണ്ണപ്പെട്ട
പേടികളിൽ ഒരുത്തനാണ്. സാഹചര്യം കൊണ്ട് എനിക്കൊരു സ്ത്രീയെ കൊല്ലേണ്ടി വന്നു. അനാഥയായ അവളുടെ ശിശുവിനെ ഞാൻ എടുത്തു വളർന്നു. ആ കുഞ്ഞിനെ വലിയവളാക്കി തീർക്കണമെന്നുള്ളതായിരുന്നു എന്റെ ജീവിതത്തിലെ ഏക ലക്ഷ്യം. ഇന്ന് എനിക്കത് സാധിച്ചു. നിങ്ങളുടെ വിലങ്ങിനും ജയിലിനും തൂക്കുമരത്തിനും അവകാശി എന്റെ പൊന്നമ്മയല്ല, ഞാൻ തന്നെയാണ്. ശരി, ഇതാ